ഹലോ ഗായ്സ്, നമ്മളിതാ അനദർ ന്യൂ ഗെയിമിൻ്റെ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മളിന്ന് ഇടാൻ പോകുന്ന മൈൻക്രാഫ്റ്റ് അല്ല, മിനിമിൽസ് അല്ല, എഫ് റേസസ് അല്ല ഇതിൻ്റെ പേരാണ് റേസിംഗ് റാലി 3. അത്യാവശ്യം ഗ്രാഫിക്സ് ഒക്കെ ഉള്ളൊരു ഗെയിമാണ്. ഈ ഗെയിം എന്ന് വെച്ചാൽ റാലി റേസിംഗ് എന്നില്ലേ, മറ്റേ ഭയങ്കരമായിട്ട് ഡേഞ്ചറായി പിന്നെ മറ്റേ മലേൻ്റെ മുകളിൽ കൂടി ഇതിൻ്റെ മണ്ടയ്ക്ക് കൂടെ ചാടിപ്പോകാൻ റേസ്, അതാണിത്. ഈ ഗെയിം അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ഗെയിമാണിത്. അത്യാവശ്യം നല്ലൊരു ഗെയിം തന്നെയാണ് കേട്ടോ. കുറച്ച് MB ഉള്ളൂ, നിങ്ങൾക്ക് എന്തെങ്കിലും കളിക്കാൻ പറ്റുന്ന ഗെയിമാണ്. എന്നാലും ഇതിൻ്റെ ഫുള്ള് സൗണ്ട് ഇട്ടാൽ ഞാൻ പറയുന്നത് കേൾക്കുമോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ സൗണ്ട് കുറച്ച് ഇടുവാണ്. എന്തായാലും നമുക്ക് അധികം താമസിക്കേണ്ട, നമുക്ക് നേരെ റേസിലോട്ട് എടുക്കാം. നമ്മളെ വണ്ടി ഞാൻ ഏതാണെന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മളെ വണ്ടി, ഒരു സുസുക്കീൻ്റെ സ്വിഫ്റ്റാണ്, പഴയ മോഡൽ സ്വിഫ്റ്റാണ്. ഇതിൻ്റെ അകത്ത് കുറേ വണ്ടിയുണ്ട്. ഇതുണ്ടോ, ഇങ്ങനെ കുറേ പോകാനുണ്ട്. പക്ഷേ ഇതൊക്കെ പോയി കാണിച്ചു തരുമ്പോൾ തന്നെ എനിക്ക് ഒരു വീഡിയോയ്ക്ക് ഉള്ളതാവും. ആണ്ട് നമ്മൾ പിന്നെ ഈ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വീഡിയോ ഇടുന്നതെന്ന് ചോദിച്ചാൽ, എനിക്ക് ഈ കുറേ എയർപോർട്ട് എൻ്റെ അല്ലായിരുന്നല്ലോ, എൻ്റെ ഫ്രണ്ടിൻ്റെ ആയിരുന്നു. ഇനി തൊട്ട് ഞാൻ സ്ഥിരമായി വീഡിയോ ഇടും ഇവിടെ ഉണ്ടെങ്കിൽ. എനിക്ക് എൻ്റെ എയർപോർട്ട് കിട്ടി, ഇപ്പോൾ കുറച്ച് മുമ്പ് വന്നതേ ഉള്ളൂ. ഇപ്പം ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ എയർപോർട്ടിലാണ് എടുക്കുന്നത്, അത് വന്നതേ ഉള്ളൂ. ഞാൻ ബ്ലൂടൂത്ത് കണ്ടിട്ട് ഇനി സെറ്റാക്കണം. അങ്ങനെയാണ് ഈ സംഭവമൊക്കെ. ഇനി ഞാൻ മൈൻക്രാഫ്റ്റ് വീഡിയോ പെട്ടെന്ന് തന്നെ ഇടും. ആരും പേടിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ അതിന് കാണാനായിട്ടില്ല, അതൊരു കാര്യം. ആദ്യം നോക്കണ്ട. മൈൻക്രാഫ്റ്റ് വീഡിയോ ഞാൻ എന്തായാലും പെട്ടെന്ന് ഇടും, ഉറപ്പാണ്. എയർപോർട്ടിൽ ചാർജൊക്കെ ആട്ടെ, എന്നിട്ട് ഞാൻ നാളെ തൊട്ട് ഇതിന് സ്ഥിരമായി വീടിടാം. പറ്റുമോ നോക്കാം, ഇടാൻ പറ്റുമെങ്കിൽ ഇടും. ഇതാണ് ഞാൻ ഫുള്ള് കസ്റ്റമൈസ് ചെയ്തതാണ്. ഇങ്ങനെയൊന്നല്ല, ഞാൻ മുഴുവൻ കസ്റ്റമൈസ് ചെയ്തതാണ്. ഇതിൻ്റെ ഇങ്ങനെയാണ് ഇതിൻ്റെ സെറ്റപ്പ് ആക്കിയത്. കസ്റ്റമൈസിങ് ഇവിടെ ഉണ്ട്, സ്റ്റിക്കർ വർക്കൊക്കെ. ഇത് പിന്നെ എൻജിൻ, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെയാണ്. ഇതിൽ നേരെ റേസിങ്ങിലോട്ട് എടുക്കാം. ഇതാണ് നമ്മുടെ ട്രാക്ക് കേട്ടോ. അത്യാവശ്യം ഈ ഗെയിമിൽ റെഡിക്കുള്ള റേസിങ്ങിനെ പോലെ തന്നെയാണ്. നമുക്ക് പറഞ്ഞൊക്കെ തരും. റാലി റേസിങ് കാണുന്നവർക്കാണെങ്കിൽ അറിയാം. ഇതിങ്ങനെ റേസൊക്കെ ചെയ്യുമ്പോൾ ഓരോരുത്തർ പറയാം, അങ്ങോട്ട് വിളവ് ഇങ്ങോട്ട് വിളവെന്നൊക്കെ. ആദ്യം താമസിക്കേണ്ടത് റേസിലോട്ട് ഇറങ്ങും ഗായ്സ്. അയ്യോ, തുടക്കം തന്നെ പണിയാണല്ലോ. ടച്ച് പോയതാ, ആരും നോക്കണ്ട, പേടിക്കണ്ട. ഇതാണ് 3 ലെഫ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഈ റെഡ് കാണിച്ച് വളവ് വരുവാണെങ്കിൽ ഭയങ്കര വലിയ വളവാണ്. ഓറഞ്ച് ആണെങ്കിൽ കുറച്ച് നോർമലല്ല, ഇച്ചിരി ഏറെ. ഈ കളറൊക്കെയാണ് ഇച്ചിരി ഇത്. പച്ച ആണെങ്കിൽ ഏറ്റവും സിമ്പിൾ വളവ്. ഓരോന്നിനും എത്ര സ്പീഡ് വേണമെന്ന് അവർ കാണിക്കും. നമുക്ക് ഇതുണ്ട് ഇവിടെ കണ്ടോ. അയ്യോ, കണ്ടില്ല, അതൊരു ശ്രദ്ധിക്കണ്ട. ഇതിനകത്ത് പിന്നെ സ്കൈലൈൻ അങ്ങനെ കുറേ വണ്ടികളൊക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. പിന്നെ ഇതിൻ്റെ അകത്ത് ഗ്രാഫിക്സ് എന്ന് പറയാൻ ഇച്ചിരി റിയാലിറ്റി ആയിട്ട്. ഇതിൻ്റെ ടയറൊക്കെ പൊട്ടുമ്പോൾ ടയറിങ്ങനെ ചെരിഞ്ഞിരിക്കും, പിന്നെ വണ്ടി ഒരു സൈഡിലോട്ട് തന്നെ ഇങ്ങനെ നീങ്ങും. അതൊക്കെ ഇതിൻ്റെ ഗ്രാഫിക്സാണ്. ഞാൻ പറഞ്ഞ് എനിക്ക് കൺട്രോൾ ഇല്ല. ഇവിടെ സൈഡിലായിട്ട് ലെഫ്റ്റിലായിട്ട് അവിടെ കാണിക്കുന്നുണ്ട് കുറച്ച് ഫോട്ടോ, ഒരു വണ്ടീൻ്റെ പിന്നെ ടൈമർ. ആ വണ്ടീനെ നമ്മൾ വെട്ടിച്ച് നമുക്ക് കൂടുതൽ പൈസ കിട്ടും. പക്ഷെ നമുക്ക് ആ വണ്ടീനെ ഇനി വെട്ടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നമ്മൾ ഇത്രയും ലാക്റ്റായി. നമുക്കിന്ന് വേറെ തന്നെ റേസ് നടത്താം. പിന്നെ ഞാൻ ഒന്നുകൂടി പറയണം, അതിട്ട് കാണുന്ന ലൈക്ക്, ഷെയർ, സബ്ബൊക്കെ ചെയ്ത് പവറാക്കുക. കുറച്ച് ദിവസം ഞാൻ വീഡിയോ ഇട്ടിട്ട് എനിക്ക് മൈക്ക് വരട്ടെ, അല്ല എയർപോർട്ട് വരട്ടെ ഞാൻ നോക്കിയിരുന്നതാണ്. പിന്നെ എപ്പോഴും ഫ്രണ്ടിൽ നിന്ന് വാങ്ങി എയർപോർട്ട് വാങ്ങി വീഡിയോ ഇടാൻ പറ്റുമല്ലോ, അവനും വേണ്ട സാധനം. എന്തായാലും നമ്മൾ ഈ ഗെയിം എത്രത്തോളം നിങ്ങൾക്ക് ബോറടിക്കില്ലാന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ കളിക്കുമ്പോൾ ഇത് ബോറടിക്കില്ല കേട്ടോ. ഈ റേസിംഗ് ഗെയിം ആയതുകൊണ്ടാണ് ബോറടിക്കില്ല എന്ന് എനിക്കറിയാത്തത്. കാണുന്നവർക്ക് ചിലപ്പം ബോറായിരിക്കും, പക്ഷേ കളിക്കുന്നവർക്ക് അതുണ്ടാവില്ല. ഇതുണ്ട്, എല്ലാവരും പറയാം ഈ വളവിന് എത്ര സ്പീഡ് കുറയ്ക്കണമെന്നൊക്കെ. ഇതുണ്ടോ പറയുന്നുണ്ടോ, സുഖമാട്ടോ ഈ ഗെയിം റേസിംഗ് പഠിച്ച ഗെയിം സുഖമാണ്. ഞാൻ ഈ സ്പീഡ് പോകുന്ന കാറൊക്കെ ഉണ്ടോ, അതൊക്കെ കൺട്രോൾ ചെയ്യാൻ പണിയാണ്. അതിപ്പോൾ ചാട്ടമുണ്ട്. ഇതമ്മോ, അതാ കണ്ട പോയി കൈ അതാ കയ്യാറായി. ഈ വളം വീട് കഴിഞ്ഞാൽ കഴിഞ്ഞു. നമുക്ക് എന്തായാലും 2 മീറ്റർ നമുക്ക് ഈ ലാപ്പ് പോയാൽ നമുക്കൊന്നുകൂടി കളിക്കാം. അപ്പോൾ നൈസ് ഡ്രിഫ്റ്റൊക്കെ ചെയ്ത് നമുക്ക് റെഡ് ബുള്ളിൻ്റെ ടീമാണോന്നാണ്. പക്ഷെ നമ്മൾ റെഡ് ബുള്ളിൻ്റെ ചിഹ്നം ഇതിൻ്റെ അകത്തില്ല. നമുക്ക് രാത്രി കളിക്കാം. എനിക്ക് രാത്രി കാർ ഓടിക്കാനാണ് ഇഷ്ടം. രാത്രി ആകുമ്പോൾ ഇച്ചിരി ഹാർഡുമാണ്. ഇതിൻ്റെ വേറെ കുറേ വണ്ടിയൊക്കെ ഉണ്ട് കേട്ടോ. സ്പീഡുള്ള വണ്ടിയൊക്കെ എടുത്ത് നമ്മളെ കൺട്രോൾ പോകും. അതാണ് ഞാൻ ഇതെടുക്കാത്തത്. നമുക്ക് ഈ നോർമൽ വണ്ടി എടുത്തിട്ട് ഒന്നുകൂടി നമുക്ക് രാത്രി വേറെ വണ്ടി എടുത്ത്. പിന്നെ ഈ ഗെയിമിൻ്റെ അകത്ത് കസ്റ്റമൈസിങ്, പിന്നെ വേറെ ആൾക്കാരോട് റേസ് ചെയ്യാം. പക്ഷേ മൾട്ടിപ്ലെയർ ഇല്ലാന്ന് തോന്നുന്നു. ഓരോ മാപ്പായിട്ട് ഇങ്ങനെ അൺലോക്കാം. രാത്രി എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. ഫസ്റ്റ് പേഴ്സൺ അല്ല, വേറെ കുറേ വ്യൂ ഉണ്ട്. ഞാൻ വേണമെങ്കിൽ
റേസ് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതുണ്ട്, ഇങ്ങനെ കുറേ വ്യൂ ഒക്കെ ഉണ്ട്. എന്തായാലും നമുക്ക് നേരെ പിന്നെ നമ്മൾ ഓടിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും ഈ റേസ് കഴിഞ്ഞിട്ട്. അതായത് നമ്മൾ ഈ സൈഡിലായിട്ടൊരു സെറ്റിങ്സ് ഉണ്ട്, അവിടെ ഞെക്കിയാൽ, അല്ല കളി കഴിഞ്ഞിട്ട് സെറ്റിങ്സ് ഉണ്ട്, അവിടെ ഞെക്കിയാൽ മതി. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും നമ്മൾ ഓടിക്കുന്ന ഒരു ഡ്രോൺ ഓടിക്കുന്ന പോലെ. പിന്നെ മൈൻക്രാഫ്റ്റിൽ നോ അപ്ഡേറ്റിൽ എന്തോ ഒരു ഫുട്ബോൾ ഒരു സാധനം വന്നെങ്കിൽ എന്തൊരു ജീവി, അതിന് എവിടെ നിന്ന് കിട്ടുമെന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ എന്തായാലും അതിനെക്കുറിച്ച് അറിയാത്തവർക്ക് ഞാൻ നാളെ വീഡിയോ ഇടുമ്പോൾ കാണിച്ചു തരാം. എൻ്റെ പിന്നെ വേൾഡ് യൂസ് ചെയ്യുന്ന എല്ലാവർക്കും അറിയാലോ, അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരും പേടിക്കണ്ട. ഒരു നല്ല വേൾഡ് ഞാൻ എങ്ങനെ എടുക്കാൻ പറ്റുമോ നോക്കട്ടെ. ഞാൻ ഒരു കോർഡിനേറ്റ് ഞാൻ ഉപയോഗിക്കില്ല കേട്ടോ. മറ്റേ യൂട്യൂബ് നോക്കി നല്ല സാധനങ്ങളൊക്കെ കിട്ടുന്ന കോർഡിനേറ്റ് ഇല്ല, അതൊന്നും ഞാൻ ഉപയോഗിക്കില്ല. ഞാൻ നോർമലായിട്ട് കിട്ടുന്ന ഉപയോഗിച്ചാണ് കളിക്കുന്നത്. കോർഡിനേറ്റ് ഉപയോഗിച്ച് കളിച്ച ഒരു ചീറ്റിങ് ചെയ്യുന്നില്ലല്ലോ. അതുകൊണ്ട് ഏതെങ്കിലും നല്ലൊരു കോഡ് കിട്ടിയാൽ മതിയായിരുന്നു. നല്ല കോഡ് എന്ന് വെച്ചാൽ നല്ലൊരു വേൾഡ് കിട്ടിയാൽ മതിയായിരുന്നു. ഓ, വണ്ടി തെന്നി കളിക്കുന്നു, 4 ടയറും പോയിരുന്നു. പിന്നെ ഈ ഗെയിം കളിച്ച് നോക്കട്ടോ, ടെസ്റ്റ് ചെയ്ത് നോക്കണ്ട. എന്തായാലും ഒരു നല്ല ഗെയിമാണ്. റേസിംഗ് ഇഷ്ടപ്പെടുന്നവർക്ക് ചിലപ്പോൾ ഇത് ഇഷ്ടപ്പെടും. നിങ്ങൾ എന്തായാലും ഒന്ന് കളിച്ച് നോക്കണം, നല്ലൊരു ഗെയിമാണ്. ഞാൻ സംസാരിക്കുന്നതാണ് കൂടുതൽ കൺട്രോൾ വന്നത്. മിണ്ടാണ്ടെന്ന് വെച്ചാൽ അന്നേരം കളിക്കുന്നത് നല്ല സ്പീഡിൽ പോകും. അയ്യോ, കുറച്ച് നേരം ഞാൻ മിണ്ടാണ്ടിരുന്ന് കളിച്ചതാ. കടുപ്പ്. ആകാശം എൻ്റെ ടയർ പൊട്ടിയിട്ടുണ്ട്. വണ്ടി ഇച്ചിരി സ്ലോ ആയി. ഇതെന്താ ടച്ച് തുറക്കാതെ? നമുക്കതായത് നമ്മൾ ഓടിച്ച് ഞാൻ കാണിച്ചു തരാം. ഓടിക്കുന്നത് നമ്മൾ ഇവിടെ വന്നിട്ട് ഈ സൈഡിലായിട്ട് ഇതുണ്ട്, ഈ ക്യാമറ ഇതുണ്ട്. നമ്മളിവിടെ ഇങ്ങനെ ഞെക്കി പിടിച്ചാൽ ഇതുണ്ടോ, വണ്ടി സ്പീഡിലും പോയി ഇങ്ങനെയൊക്കെ ഇത് വേക്കോട്ടും വരും. പിന്നെ ക്യാമറ ആംഗിൾ നമുക്ക് മാറ്റാം കേട്ടോ. ഇതാണ് ഞാനാണ് ഈ ഓടിക്കുന്നത്, പ്രൊഫഷണൽ ഡ്രൈവർ. പിന്നെ മൈൻക്രാഫ്റ്റിൽ കുറച്ച് നാളത്തേക്ക് എൻ്റെ സ്കിൻ ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ എനിക്ക് മൈൻക്രാഫ്റ്റിനകത്ത് എനിക്ക് എൻ്റെ സ്കിൻ എടുക്കാൻ പറ്റുന്നില്ല. അതും പോരാട്ടെ എൻ്റെ അതേ സ്കിന്ന് വെച്ച് ഒരു യൂട്യൂബർ കളിക്കുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ ഇപ്പോൾ ഞാൻ പുതിയൊരു സ്കിൻ എടുക്കാൻ നോക്കിയിട്ട് ആ സ്കിൻ എടുക്കാൻ പറ്റുന്നില്ല, വേറെ സ്കിൻ എടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് കുറച്ച് നാളത്തേക്ക് നമുക്ക് സ്റ്റീവായിട്ട് കളിക്കേണ്ടി വരും. അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. നമുക്ക് എന്തായാലും അയ്യോ ഇടിച്ച് നമ്മളെന്തായാലും റേസ് കഴിഞ്ഞാൽ ഇത് നമുക്ക് ക്യാമറ ആംഗിൾ ഇതെന്താകുമ്പോൾ ഫോട്ടോ എടുക്കാനോ എന്താ സംഭവം. പിന്നെ നമുക്ക് ക്യാമറ ആംഗിൾ ഇങ്ങനെ കുറേ ഇതാക്കാം. ഇതിങ്ങനെ എടാ ഇത് നോക്കാൻ എൻ്റെ അമ്മ മപ്പ് സംഭവം അല്ലേ. അല്ല ഞാൻ എൻ്റെ അത് കുറേ കാറുകളുണ്ട്. പ്രത്യേകിച്ച് ഇതിൻ്റെ അകത്ത് എന്താ ഉള്ളതെന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ചൊന്നുമില്ല. റേസ് ചെയ്യാം നമുക്ക്. നമ്മളെ ഈ ആൾക്കാരോട് നമുക്ക് റേസ് ചെയ്യാം. ഇതാന്ന് തോന്നുന്നു. എത്ര ലാപ്പോട്ടെന്ന് എനിക്കറിയത്തില്ല. നമുക്ക് എന്തെങ്കിലും റേസ് ചെയ്യാം. ഇത് നമ്മൾ കുറേ ആൾക്കാരോട് കളിക്കുന്നതാണ്, അതുകൊണ്ട് നമുക്ക് ഇച്ചിരി സമയം എടുക്കും. 3 ലാപ്പ് എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. ഇത് കപ്പാണ്, നമ്മൾ ഇന്ത്യേൻ്റെ കൂടെയാണ് കേട്ടോ. നമ്മളതേ വണ്ടി ഏതാ. ഞാൻ 10% കളിക്കുക, എനിക്ക് 10% പണിയുണ്ട്. സീനാട്ടോ. ഇതിൻ്റെ അകത്ത് വണ്ടി ഓടിക്കാൻ ഭയങ്കര പണിയാട്ടോ. എന്നുവെച്ചാൽ വണ്ടിക്ക് ബ്രേക്ക് കിട്ടൂല. എന്നാ വണ്ടി തിന്നുന്നുണ്ടോ? എന്നാ വണ്ടി പോകുന്നുണ്ടോ? ഒരു ഡ്രിഫ്റ്റ് റേസിങ് പോലെ അത് അങ്ങ് പോവാ വണ്ടി. കണ്ടോ, ഇവന്മാരാണ് ഇടിക്കുകയും ചെയ്യാം അതിൻ്റെ കൂടെ. ഭയങ്കര പണിയാട്ടോ ഇത് ഈ റേസിങ്. ഞാൻ പറയുന്ന എല്ലാവരും കേൾക്കുന്നുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് പക്ഷെ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല. അതിൻ്റെ സൗണ്ടാണ് കേട്ടോ എയർപോർട്ടിന്. ഞാൻ ഇത്ര സൗണ്ട് ഓടിച്ചിട്ട് തന്നെ വരെ കേൾക്കാൻ പറ്റുന്നില്ല. ഭയങ്കര പണിയാട്ടോ. ഈ നോർമൽ ട്രാക്കിൽ കൂടെ ഓടിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇത് ഇങ്ങനെ ട്രാക്കിൽ കൂടെ ഓടിക്കുന്നതുകൊണ്ട് വണ്ടി തെന്നുന്നതുകൊണ്ട് അറിയാണ്ട് ഇടിക്കുവാണ്. നമ്മളെ വണ്ടി സ്ലിപ്പാവുകയും ചെയ്യുന്ന കയ്യിൽ നിന്ന്. ഞങ്ങളിതാ വീൽ ടു വീൽ ഇതാ പറക്കുവാണ്. അയ്യോ ഡ്രിഫ്റ്റ്. ഞാൻ ഈ ചങ്ങായി ഇതാ വീൽ ടു വീൽ ഓവർടേക്കിങ്. ഞാൻ ഓവർടേക്ക് ചെയ്തു. ലെറ്റ്സ് ഗോ. ഞാനങ്ങനെ പുള്ളിനെ വെട്ടിച്ചിട്ടുണ്ട്. ഇവിടുന്ന് ബ്രേക്ക് പിടിച്ചില്ലെങ്കിൽ ആ റെഡ് കത്തുന്ന എനിക്കൊന്ന് ബ്രേക്ക് പിടിക്കാനാണ്.
ഇതുണ്ടോ ത്രോട്ടിൽ കൊടുക്കുന്നതിന് വണ്ടി തന്നെ അങ്ങ് വളയാം. പവർ കൂടിയിട്ടല്ല, കൺട്രോൾ ഇട്ടായിട്ട്. 6 ലാപ്പാണ്. എന്തായാലും ഞാൻ 6 ലാപ്പ് കാണിക്കാൻ എനിക്കൊരു സമയം പോവും. ഇവൻ പിന്നെ എന്നെ ഇടിച്ചാ. ആഹാ അയ്യോ, ഞാൻ എന്തായാലും റേസ് ലാസ്റ്റ് ലാപ്പാകുമ്പോൾ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എൻ്റെ സമയം വെറുതെ പോവും. അപ്പോൾ ഞാൻ എന്തിനാണെന്ന് വെച്ചാൽ ഇത്രയും സമയം കുറച്ച് വീഡിയോ എടുക്കുന്നതെന്ന് വെച്ചാൽ, ഒന്ന് എനിക്ക് ഈ ലോഡാകാൻ ഭയങ്കര സമയം എടുക്കും. അപ്പം പറഞ്ഞിട്ട് നെറ്റ് കുറേ പോവും. അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങളുണ്ട്. അതാണ് ഞാൻ കൂടുതലും കുറച്ച് വീഡിയോ എടുക്കുന്നത്. എന്തായാലും ഞാൻ ഇനി കഴിഞ്ഞിട്ട് അപ്ഡേറ്റ് ചെയ്യാം, ലാപ്പ് കഴിഞ്ഞിട്ട് അപ്ഡേറ്റ് ചെയ്യാം. സോറി ഗൈസ്, 3 ലാപ്പേ ഉള്ളൂ, 6 ലാപ്പില്ല. ഞാൻ വെറുതെ പറ്റിച്ച്. ഞാനല്ല പറ്റിച്ച്, എന്നെയാണ് അവരാണ് പറ്റിച്ച്. 3 ലാപ്പേ ഉള്ളത്. അപ്പുറത്താണ് ലാപ്പാണെങ്കിൽ ഞാൻ ഈ 6 ലാപ്പ് ഇവിടെ കാണിക്കുന്നത്. പൊട്ടാ ഞാൻ, എനിക്ക് കണ്ടില്ല, സോറി. ഞാൻ വെറുതെ നിങ്ങളെ വെറുതെ നിങ്ങളെ പറഞ്ഞ്. നമുക്ക് ഈ ഗെയിം അത്യാവശ്യം ഹാർഡാണ് കേട്ടോ. ഈ F1 ഗെയിം കളിക്കുന്ന അല്ലെങ്കിൽ നോർമൽ റേസ് കളിക്കുന്ന പോലെ അല്ല ഇത്. ഇതിന് ഒറിജിനാലിറ്റി കൂടിപ്പോയിട്ടാന്ന് തോന്നുന്നു. ഭയങ്കര പറഞ്ഞ കേട്ടോ. ഞാൻ പിന്നെ ബ്രേക്കൊന്നും പിടിക്കാത്തതുകൊണ്ട് ഒറ്റ പോകും ഇടിക്കുകയും ചെയ്യും. എനിക്ക് വെട്ടിക്കാൻ പറ്റുമോ? ഇല്ല, വെട്ടിക്കാൻ പറ്റുമോ? വെട്ടിക്കാൻ പറ്റുമോ തോന്നില്ല. അവൻ ഐറ്റപ്പൊക്കെ പോകുന്നു, അവൻ പ്രൊഫഷണലാണെന്ന്. ഞാനിതാ സെക്കൻഡ് അടിച്ചിരിക്കുന്നു. നമ്മളെ സുസുക്കിൻ്റെ വണ്ടി സെക്കൻഡ് അടിച്ചിരിക്കുന്നു. എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ, സബ് ചെയ്ത് പവറാക്കുക. പെട്ടെന്ന് തന്നെ അടുത്ത മൈൻക്രാഫ്റ്റ് വീഡിയോ വരുന്നതായിരിക്കും. നിങ്ങളെന്തായാലും വെയിറ്റിംഗ് ചെയ്യാൻ ഞാൻ നാളെ തന്നെ ഇടാം. ഓക്കെ, ബൈ.